നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് സച്ചി രേവതി ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ശ്രുതി മീര ഇത് കണ്ടു. പെട്ടെന്ന് മീര ശ്രുതിയോട് പറഞ്ഞു, അതേ അവര് പോകാൻ തുടങ്ങുവാന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. മീര പറഞ്ഞു, ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് അവന്റെ കയ്യിലിരിക്കുന്ന ഫോൺ കൈക്കലാക്കാൻ പറ്റില്ല, സച്ചിയുടെ കയ്യിൽ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അല്ല അവർ ആഹാരം ഒന്നും കഴിച്ചില്ലല്ലേ എന്ന് പറഞ്ഞു. ഇല്ല കഴിച്ചില്ല, ഒരു കാര്യം ചെയ്യാം, അവര് ആഹാരം കഴിക്കാൻ പോയി വിളിക്കാൻ പറഞ്ഞു. എടേ ഞാൻ ചെന്നിട്ടുണ്ടെ എങ്ങനെ ശരിയാന്ന്, നീ ചെന്നാ മതി, ആഹാരം കഴിക്കാതെ പോവാണെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മീര പറഞ്ഞു, ശരി ശരി ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ മീര അവരെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് രേവതി സച്ചിയും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, അല്ല നീ ഇത് എങ്ങോട്ടാന്ന് ചോദിച്ചോ. അച്ഛൻ ഞങ്ങള് വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക് പോവാനാ? ആഹാ നല്ല കഥയെ. എടാ വന്ന ഉടനെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അഭിലാഷ് സാർ എന്ത് വിചാരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. അല്ലച്ചാ അത് പിന്നെ ഞങ്ങള്, എടാ ഒന്നും അല്ലേലും സുധിയുടെ അനുജന്മാരല്ലേ നിങ്ങള്, വന്ന ഉടനെ ഒരു കടമ പോലെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അയാൾ വിചാരിക്കും ഇത് എന്തായിരിക്കും എന്ന്. ഒരു കാഞ്ച് നിങ്ങൾ കുറെ സമയം കൂടെ ഇവിടെ എൻജോയ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അത് വേണോ അച്ഛാന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. സച്ചിക്ക് സന്തോഷമായിരുന്നു, കാരണം മദ്യമൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അച്ഛാ വേണ്ട ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കോളാം. അത് ശരിയാകത്തില്ല മോളെ, ഇത്രയും നമ്മള് ഒപ്പിച്ചു വെച്ചിട്ട് പിന്നെ അത് പാതി വഴിക്ക് വെച്ച് തന്നെ അത് മുടക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ആ സമയത്ത് രേവതി പറഞ്ഞു, വീട്ടിൽ ചെന്നായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് അഴിച്ചുപെറുക്കി വെക്കായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അന്നാ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞു. രേവതി സച്ചിയുടെ മുഖത്തെ തിളക്കം ശ്രദ്ധിച്ചു. ഇനിയിപ്പോ സച്ചിയുടെ കൂടെ മദ്യപിക്കാനാണോ പ്ലാൻ എന്ന് അറിയില്ലല്ലോ. പിന്നീട് സച്ചി രവീന്ദ്രനോട് ചോദിച്ചു, അല്ല അച്ഛൻ എങ്ങോട്ടാ, വീട്ടിലേക്കാണോ? ഞാൻ വീട്ടിലേക്ക് പോവാ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, പിന്നെ ഒരു കാര്യം, വന്നപാട് തന്നെ അങ്ങോട്ടേക്ക് തിരികെ വന്നോണം, നിന്നോടും അതുപോലെ തന്നെ ശ്രീകാന്തിനോടും ഒക്കെ കൂടിയാ പറയണേ. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറയാണ്. ചന്ദ്രമതി പറഞ്ഞു, ഇവനല്ലായിരിക്കണം ഇങ്ങനെ വരുന്ന ആള്, രവിയേട്ടൻ കണ്ടോളാനൊക്കെ പറഞ്ഞു. ആ സമയത്ത് സച്ചി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഞാൻ നല്ല ഡീസന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. വാ രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ കയ്യെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് മീര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. പിന്നീട് പറഞ്ഞു, അതെ അവര് പോകുന്നില്ല എന്ന് പറഞ്ഞു. പോകുന്നില്ലാന്നോ? അതെ നിന്റെ അച്ഛൻ പറഞ്ഞു പോകണ്ടാന്ന്, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ മതിയെന്ന്. അത് നല്ല കാര്യമല്ലേ? അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അത് ശരിയാ, എത്രയും പെട്ടെന്ന് ഫോൺ കൈക്കലാക്കണം. അല്ല അതിനെന്തോ ഒരു മാർഗം, എന്തെങ്കിലും വഴി വേണ്ടേ? ഫോൺ ചുമ്മാ അങ്ങോട്ട് പോയി പിടിച്ചു മേടിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ സച്ചിയുടെ കയ്യിലിരിക്കുന്ന ഫോണ്. അത് കേട്ടതും എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണമല്ലോ. അത് ശ്രുതി പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എന്താണെങ്കിലും സച്ചി മദ്യപിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ രേവതി തന്നെയായിരിക്കും ആഹാരം കഴിക്കാൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും പണി ഒപ്പിക്കാന്ന് പറഞ്ഞു. എന്ത് പണി? അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ, നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൂട്ടാന്നൊക്കെ പറയണേ. എങ്ങനെയെങ്കിലും ആ ഫോൺ കൈക്കലാക്കിയല്ലേ മതിയാകത്തുള്ളൂ. അങ്ങനെ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട്. അതേസമയം സന്തോഷ് സാറ് ഇരുന്ന് മദ്യപിക്കുവാണ്, കൂടെ ആനന്ദം കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ആനന്ദനോട് പറഞ്ഞു, എന്തിയെ സുധി എന്തിയെന്ന് ചോദിച്ചു. അവനും കൂടെ വിളിക്കാൻ പറയണം. അങ്ങനെ സുധിയെ വിളിച്ചോണ്ട് വന്നു. സുധി നമുക്ക് ഇച്ചിരി ഡ്രിങ്ക് കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുധി പറഞ്ഞു, വേണ്ട സാർ, എനിക്ക് അങ്ങനെ ഒരു ശീലമില്ലാന്ന് പറഞ്ഞു. ശീലമില്ലാന്നോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ വലിയ വലിയ ബിസിനസ് കാര്യത്തിനൊക്കെ പോകുന്ന സമയത്ത്, ഡീലൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് എല്ലാരും കുറച്ച് മദ്യപിക്കും. അത് വലുതായിട്ട് മദ്യപിക്കത്തൊന്നുമില്ല, കുറച്ച് ചെറുതായിട്ട് മദ്യപിക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു പതിവുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധി പറഞ്ഞു, അത് വേണോ സാർ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഇങ്ങോട്ട് വാ, വന്നിവിടുന്ന് കഴിക്കാൻ പറയണം. അങ്ങനെ സുധിയെ നിർബന്ധിച്ച് സന്തോഷ് സാർ കഴിപ്പിക്കുകയാണ്. ആ സമയത്ത് രേവതി പോയി മീരെ വിളിച്ചു. രേവതിയെ വിളിച്ചിട്ടുണ്ട്, രേവതി നീ ഇത് എന്തെടുക്കുക, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ, നീ ആഹാരം കഴിച്ചില്ലോ? കഴിച്ചില്ല, ഒരു കാര്യം ചെയ്യാം, ഒരു ജ്യൂസ് എങ്കിലും കുടിക്കാൻ പറഞ്ഞു. രേവതി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീര പറഞ്ഞു, ഞാനും കഴിച്ചിട്ടില്ല, എനിക്കിവിടെ അധികം ആരും പരിചയമില്ല, ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ ഇവിടെ ഇരിക്കാം, നമുക്ക് ഇതിനൊക്കെ കമ്പനി അടിച്ച് കഴിക്കാന്ന് പറഞ്ഞു. രേവതി അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി ആഹാരം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് മീര അങ്ങോട്ടേക്ക് പോവാണ്. രേവതിക്ക് ഭയങ്കര വിഷമമായി. സച്ചി കൂടെ ഇല്ലാത്തോണ്ട് സച്ചി അപ്പുറത്തേക്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. ആ സമയത്ത് സുധീരുടെ അടുത്തേക്ക് ശ്രീകാന്ത് വരുന്നേ. ശ്രീകാന്ത് വന്ന് കഴിഞ്ഞപ്പോ സുധി പറഞ്ഞു, എടാ നീ എന്താ പോകാൻ തുടങ്ങുവാണെന്ന് ചോദിച്ചു. അതെ ഞാൻ പോവാ സുധിയേട്ട. ഇതെന്താ സുധിയേട്ടൻ മദ്യപിക്കുവാണെന്ന് ചോദിച്ചു. അതെ അഭിലാഷ് സാർ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയണം. എടാ ബിസിനസ് ഡീലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്തും ഉറപ്പിക്കണ സമയത്ത് ഇങ്ങനെ ഇത്തിരിയൊക്കെ മദ്യപിക്കണമെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെ പ്രശ്നം. അച്ഛൻ എന്താ പറഞ്ഞേ? മദ്യപിക്കാതെ വീട്ടിലേക്ക് വരണം എന്നല്ലേ പറഞ്ഞേ? എടാ അച്ഛനിപ്പൊ അറിയാനൊന്നും പോകുന്നില്ല, ഒരു കാര്യം നീ അല്പം കുടിച്ചോളാൻ പറഞ്ഞു. നല്ലതാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, ഒന്നാമത്തെ കാര്യം വർഷം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പേര് ഭയങ്കര പ്രശ്നമോ. എടാ വർഷമൊന്നും ആരും അറിയാൻ പോകുന്നില്ല, പിന്നെ അച്ഛന് നമ്മൾ ചെല്ലുമ്പത്തേനും അച്ഛൻ കിടന്ന് ഉറങ്ങൂലേ, നീ ധൈര്യമായിട്ട് കുടിക്കുക. എടാ പ്രശ്നമാവോ? ഒരു പ്രശ്നം ആകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ
സുധിയും ശ്രീകാന്തും കൂടെ ചിയേഴ്സ് പറഞ്ഞ് മദ്യപിക്കുകയാണ്. ഈ സമയത്ത് രേവതിക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനാ. രേവതി ആകെപ്പാടെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും വർഷ രേവതിയുടെ അടുത്തേക്ക് വന്നു. ഇതെന്താ രേവതി ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അതെ, എന്നെ മീര എവിടെ പിടിച്ചിരുത്തിയത്, ആഹാരം കഴിച്ചില്ലെന്ന് പറഞ്ഞു, എടുത്തോണ്ടിരാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം വർഷ പറഞ്ഞു, ആഹാ അങ്ങനെയാണോ, അല്ല ഞാനും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല എനിക്കൊരു സംശയം, നമ്മൾ സാധാരണഗതിയിൽ ആഹാരം കഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നല്ലേ ആഹാരം കഴിക്കുന്നേ, എല്ലാരും കൂടെ സദ്യ വിളമ്പി അങ്ങനെയൊക്കെയല്ലേ, ഇതെന്താ ഓരോരുത്തരായിട്ട് പോയി മേടിച്ചോണ്ടൊക്കെ വരുന്നത്, അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ വർഷ പറഞ്ഞു, അതെ ഇത് ഇന്റർനാഷണൽ ഹോട്ടലിലെ വലിയ വലിയ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ, ബുഫേ പാർട്ടി ആയിരിക്കും, ആ സമയത്ത് നമ്മളിങ്ങനെ പോയി വാങ്ങിച്ചോണ്ട് വരണം, അല്ലാതെ നമ്മളെല്ലാവർക്കും ഇങ്ങനെ നിരത്തി ഇരുത്തിയിട്ട് അങ്ങനെ ആഹാരം വിളമ്പി തരുമല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ രേവതിക്ക് അത്ഭുതമായിരുന്നു. വർഷ പറഞ്ഞു, ഞാൻ പിന്നെ ഇങ്ങനെ അച്ഛനോടൊപ്പം പോയി കുറെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാന്ന് പറഞ്ഞു. അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുറെ പൈസയായി കാണുമല്ലേ എന്ന് ചോദിച്ചു. പൈസയാവും, എങ്ങനെ ഒരു 4-5 ലക്ഷം രൂപയാവും എന്ന് പറഞ്ഞു. 4-5 ലക്ഷം രൂപയോ? അതേന്നെ, ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ പാർട്ടി വെച്ചിരിക്കുന്നേ, പിന്നെ മദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിനും പൈസ വേണ്ടെന്ന് ചോദിച്ചു. മദ്യമൊക്കെ ഉണ്ട്, പിന്നെ അല്ലാതെ മദ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും 4-5 ലക്ഷം രൂപ, ആ 5 ലക്ഷം രൂപയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ കൂടെ കുറച്ച് പൈസയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ടെറസിൻ്റെ ഒരു മുറി കെട്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ വർഷ ചിരിച്ചു. രേവതിയേച്ചി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയാ ഇന്നത്തെ കാലത്ത് എന്നൊക്കെ രേവതിയെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. രേവതിക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു അത്ഭുതം തന്നെയായിരുന്നു. അതേ സമയത്ത് സച്ചി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹേഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണേ, എന്ത് ചെയ്യാനെന്ന് പറ, ഇഷ്ടംപോലെ മദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ രേവതി എന്നെ സമ്മതിക്കില്ല കുടിക്കാനായിട്ട്. അത് മാത്രമല്ല അച്ഛൻ പറഞ്ഞിട്ട് പോയിരിക്കുന്ന മദ്യപിച്ചേക്കരുതെന്ന, എന്ത് ചെയ്യാൻ പറ്റും, ഞാനിവിടെ ഇരിക്കുക, ഇനിയിപ്പോ പാർട്ടി കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്, അച്ഛൻ പറഞ്ഞ പാർട്ടി കഴിയുന്നോടെ വരെ ഇവിടെ ഇരിക്കാനാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോൺ വിളിച്ച് വെച്ചതിന് ശേഷം സച്ചി ഒരു ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ശ്രീകാന്തും സുധിയൊക്കെ മദ്യപിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടേ. അപ്പൊ അവിടെ മദ്യപിക്കാനുള്ള ഒരു സ്പേസ് ആയിരുന്നു അവിടെ. അങ്ങനെ അവരൊക്കെ മദ്യപിക്കുന്ന കണ്ടപ്പോ സച്ചി അങ്ങോട്ട് കയറിച്ചു, ഇതെന്താടാ, ഇതെന്ത് പരിപാടിയെ കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധി പറഞ്ഞു, എടാ ഇത് സോഷ്യൽ ഡ്രിങ്കടെന്ന് പറയുവാന്ന്. സോഷ്യൽ ഡ്രിങ്കോ? എടാ ഇതൊക്കെ ഇങ്ങനെയാ, ഇങ്ങനെ ബിസിനസ് ഡീലൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് വലിയ വലിയ ആൾക്കാരൊക്കെ കുറച്ച് മദ്യപിക്കും. എടാ ഇത് കുടിച്ചെന്നെങ്ങാനും അറിഞ്ഞ അച്ഛൻ വഴക്ക് പറയും, നിനക്കൊക്കെ അറിയാൻ പാടില്ലേ, പിന്നെ അച്ഛൻ വഴക്ക് പറയുന്നു പറഞ്ഞു നീ എന്ന് വെച്ചാൽ കുടിക്കാതെ അല്ലേ വീട്ടിലേക്ക് വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും ചീത്ത് പറയാണ് സുധി. അവിടെ ശ്രീകാന്തൻ നീയും മദ്യപിച്ചോ? അത് പിന്നെ സുധിയേട്ടൻ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചേ കുടിച്ചോളൂ, ഇന്ന് നോക്കിയേ ഇത് കുറെ സമയം ഈ ഗ്ലാസും പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. എടാ വർഷം അറിഞ്ഞാൽ പ്രശ്നമാവല്ലേ? പ്രശ്നമാവുന്നു. അപ്പോഴേക്ക് സുധി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ കുറച്ച് കുടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എടാ നമ്മൾ ചെല്ലുമ്പത്തിനും അച്ഛൻ കിടന്നുറങ്ങും, പിന്നെ നീ എന്തിനാ പേടിക്കണേ? അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഞാൻ കുടിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്നിട്ട് അഭിലാഷ് സാർ വിളിക്കണം. ആഹാ ഇതാര്? സച്ചിയോ? ബാവാ ഇങ്ങോട്ടേക്ക് വാ സച്ചി. എന്തേ കുറച്ച് മദ്യപിക്കാനൊക്കെ പറയണം, നമുക്കൊരു കമ്പനി വെക്കാന്ന് പറയണം. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞേ വേണ്ട, ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. എന്താ സച്ചി ഇത്? സച്ചി കുടിക്കില്ലേന്ന് ചോദിച്ചു. ആ സമയം സുധി പറഞ്ഞു, പിന്നെ അവൻ കുടിക്കില്ലേന്നോ, അവൻ നന്നായിട്ട് കുടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പ്രശ്നം, വാ വന്ന് കുടിക്കാൻ പറഞ്ഞു. സച്ചി പറഞ്ഞു, എനിക്ക് ഇന്ന് വേണ്ട സാറെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. സുധി പറഞ്ഞു, എടാ അഭിലാഷ് സാർ ആരാ നിനക്കറിയാവോ? അത്ര വലിയ ആള് പറഞ്ഞിട്ട് പോലും നിനക്ക് കുടിക്കാൻ പറ്റില്ലല്ലേ? വേണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ കുടിച്ചാൽ ശരിയാകത്തില്ല എന്നും പറഞ്ഞ് സച്ചി അവിടെ മാറിയൊരു കസേരയിൽ ഇരിക്കുവാണ്. അപ്പൊ അവര് മദ്യപിച്ചോണ്ടിരിക്കുന്നൊക്കെ നോക്കിയിരിക്കുക. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ. ശ്രുതി വന്നിട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോ സച്ചി മാത്രം മാറിയിരിക്കുന്നു മദ്യപിക്കാതെ, ബാക്കി എല്ലാരും മദ്യപിക്കുന്നു. ഇവനെന്താ മദ്യപിക്കാത്തെ? മദ്യപിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ എങ്ങനെയെങ്കിലും ആ ഫോണിൽ നിന്ന് കൈക്കലാക്കണമെന്ന് കരുതിയിരുന്ന സച്ചി മദ്യപിക്കാത്തോണ്ട് ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ. ശ്രുതിയുടെ പ്ലാനുകളൊക്കെ മുടങ്ങിപ്പോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ്. അതേ സമയത്ത് സച്ചിയുടെ അടുത്തേക്ക് അവിടെ കുടിച്ചോണ്ടിരുന്ന ഒരാൾ വരുവാണ്. അപ്പൊ അയാളുടെ കൈ മദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ വന്നിട്ട് ചോദിച്ചു, അല്ല മദ്യപിക്കണില്ലേന്ന് ചോദിച്ചു. അപ്പൊ സച്ചി പറഞ്ഞു വേണ്ടാന്ന് പറയണം. ഓ ശേഷം വിട്ടു, എനിക്കാണ് കുറെ സംസാരിക്കാനുണ്ട്. രണ്ടുപേരും മദ്യപിച്ചിരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, മദ്യപിക്കാത്ത ഒരാളും മദ്യപിച്ചിട്ടിരിക്കുന്ന ഒരാളും തമ്മിൽ സംസാരമാ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലോ അയാൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്ന് പറയണം. അപ്പൊ ഞാൻ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണെങ്കിൽ തങ്ങൾക്ക് മനസ്സിലാവില്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ സച്ചിയോട് നിനക്ക് എന്താ സംസാരിക്കാനുള്ളേ എന്ന് ചോദിച്ചു. അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ ബ്രോ, നമ്മൾ രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസാരം ശരിയാവത്തില്ല, കാരണം രണ്ടുപേർക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരാൾ മദ്യപിച്ചിട്ട് മറ്റൊരാൾ മദ്യപിക്കാതിരിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും പറഞ്ഞു. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താണെന്നറിയാവോ? ഒരാൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ മദ്യപിക്കാത്ത ആള് കേട്ടോണ്ടിരിക്കുക, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അയാൾ പറഞ്ഞു, അതെ നിങ്ങൾ മദ്യപിച്ചിട്ടില്ലല്ലോ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല,
വേണേ മദ്യപിക്കാൻ ഇഷ്ടം പോലെ ഇതുണ്ട്, സമയമുണ്ട്, ചാൻസും ഉണ്ട്. അല്ല നിങ്ങളൊരു മദ്യപാനി അല്ലെന്ന് ഞാൻ വിചാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഞാൻ വലിയ മദ്യപാനി അല്ലെന്ന് പറഞ്ഞു. ഏതൊരു മദ്യപാനികളും ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ കുടിക്കത്തില്ലെന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് അയാൾ വലിയ സിദ്ധാന്തമൊക്കെ പറയണം. അത് കേട്ടപ്പം സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. അയാൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ട്. പിന്നീട് അയാൾ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എന്റെ അവസ്ഥ ഇതായിപ്പോയി, ഞാൻ പോയി ഇച്ചിരി മദ്യം എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ്. സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ സമയത്ത് ശ്രുതി നേരെ മീരയുടെ അടുത്തേക്ക് വന്നു. മീര വെച്ച് എന്തായി കാര്യങ്ങള്, സച്ചി മദ്യപിച്ചോന്നൊക്കെ ചോദിച്ചു. എവിടുന്ന്? സച്ചി അവിടെ മദ്യപിക്കാതിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും മദ്യപിച്ചേ മതിയാവുള്ളൂ. അവൻ കുടിപ്പിച്ചേ മതിയാവുള്ളൂ, എങ്കിലേ നമുക്ക് ഫോൺ കൈക്കലാക്കാൻ പറ്റുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോ മീര പറഞ്ഞു, അതിനിപ്പോ എന്താ ചെയ്യുന്നത്, വഴിയുണ്ട്, എന്തേലും ചെയ്യണമെന്ന് പറഞ്ഞു. അതേ സമയത്ത് സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സച്ചി രേവതിയെ വിളിക്കുകയാണ്. രേവതിയെ വിളിച്ചു കഴിഞ്ഞപ്പോ രേവതി എന്താ സച്ചിയേട്ടാ? അപ്പൊ രേവതിയുടെ അടുത്ത് വർഷമുണ്ട്. സച്ചിയേട്ടൻ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യാനായിട്ടാ, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല സച്ചിയേട്ടൻ മദ്യപിക്കുമായിരുന്നോ? ഒന്ന് പൊയ്ക്കോ അവിടുന്ന്. ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല, ഇവിടെ സുധീ ശ്രീകാന്ത് ഒക്കെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിയേട്ടൻ മദ്യപിച്ചില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ മദ്യപിച്ചിട്ടില്ലെന്നാ. ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസം വരുന്നില്ലേന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, മദ്യപിക്കാതിരിക്കുകയാണ് നല്ലത്, കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അതെ നല്ല ഫോറിൻ സാധനമൊക്കെ രേവതി വന്നിരിക്കുന്നേ, കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. എനിക്കിപ്പോ ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. എന്ത് പാട്ട്? അല്ല നാളെ മുതൽ ഞാൻ കുടിക്കത്തില്ല, ഇന്ന് ഞാൻ ഒന്ന് കുടിച്ചോട്ടെ, വൈകുന്നേരം ഉറങ്ങാൻ വേണ്ടിയിട്ട്, ഇച്ചിരി ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, കാണിച്ചു വരുന്നുണ്ട് ഞാൻ. കുടിക്കാതെ വീട്ടിലേക്ക് വന്നാൽ മതി, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. സച്ചിക്ക് ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരൊക്കെ മദ്യപിക്കുന്ന കാണും വല്ലാത്തൊരു വിഷമം മനസ്സിൽ. പിന്നീട് സച്ചിയാണ് ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും വീണ്ടും മദ്യമൊക്കെ എടുത്തോണ്ട് മുമ്പേ പോയ ആ കുടിയൻ സച്ചിയുടെ അടുത്തേക്ക് വരുവാണ്. സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറെ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതൊന്നും തീർത്തു തരണമെന്ന് പറഞ്ഞു സച്ചിയോട്. സച്ചി ചോദിച്ചു, എന്ത് സംശയങ്ങളാ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കോളിഫ്ലവർ എന്നല്ലേ പറയണ നമ്മള്, കോളിഫ്ലവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാന്ന് കരുതി നമ്മളത് തലയെ ചൂടുവോ? അത് മാത്രല്ല ഗോൾഡ് കവറിങ്, ഗോൾഡ് എന്നല്ലേ പറഞ്ഞ, ഗോൾഡ് കവറിങ് എന്ന് പറഞ്ഞാൽ നമ്മളത് കൊണ്ട് പണയം വെക്കുമെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ കോലപ്പൊടി കൊണ്ട് നമ്മൾ ദോശ ഇടുമെന്ന് ചോദിച്ചു. സച്ചി ഇയാളെ ഒന്ന് നോക്കി, ഇയാള് കൊള്ളാലോന്ന്, മനുഷ്യന്റെ സമനില തെറ്റിക്കാണ്ട് വന്നിരിക്കുന്നു. സച്ചി ചോദിച്ചു, സംശയം തീർന്നു? ഇല്ലില്ല ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി ചോദിച്ചു, ഇനിയും സംശയം? അതെ ഇനിയും സംശയമുണ്ട്. അല്ല ചേട്ടന്റെ കൂട്ടുകാരനെ ചേട്ടാ നമ്മൾ വിളിക്കും, ചേച്ചിയുടെ കൂട്ടുകാരെ നമ്മൾ ചേച്ചിന്ന് വിളിക്കും, പക്ഷെ ഭാര്യയുടെ കൂട്ടുകാരെ നമ്മൾ ഭാര്യയെന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. സച്ചിക്ക് അയാളുടെ തലമുണ്ടയ്ക്ക് ഇട്ടൊരെണ്ണം കൊടുക്കാൻ തോന്നി. സച്ചി പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചാണെന്ന് ചോദിച്ചു. അതെ. അല്ല നിങ്ങളെ ഭാര്യ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഭർത്താവ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനെ അവൾ എന്താ പറയണേ, ഭർത്താവ് ഒന്നും പറഞ്ഞിട്ടാണോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു, അയ്യോ വേണ്ട ഞാൻ ഇപ്പൊ തന്നെ വരാം എന്നും പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. ഇവനെയൊക്കെ പിടിച്ചിട്ട് തലക്കിട്ട് കൊടുക്കണം, മദ്യപിച്ച് കഴിയുമ്പോൾ അവൻ്റെയൊക്കെ ഒരു ഒടുക്കത്തെ സംശയം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ആകെപ്പാട് ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുകയാണ്. ആ സമയത്ത് രേവതിയോട് വർഷ പറഞ്ഞു, ചേച്ചി നമുക്ക് പോയി കഴിച്ചാലോ എന്ന് ചോദിക്കുക, അവരെ കാണുന്നില്ലോ എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, സച്ചേണ്ണനും കൂടെ വരാതെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരെയും കൂടെ പോയി വിളിച്ചിട്ട് വന്ന് കഴിക്കാന്നൊക്കെ പറയാണ്. ആ സമയത്ത് പക്ഷെ എന്ത് ചെയ്തു, രേവതിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്യാന്ന്? വേണ്ട ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എഴുന്നേറ്റു. ആ സമയത്ത് ശ്രുതി ഇത് കണ്ടു. ഇവരെങ്ങോട്ടാ പോണേന്ന് അറിയത്തില്ല, ഇനി ആഹാരം കഴിക്കാനാണോ? അങ്ങനെയാണ് പണിയാണ്. പെട്ടെന്ന് മീരയോട് പറഞ്ഞു, മീരെ ദേ അവർ എഴുന്നേറ്റ് വരുന്നുണ്ട്, ആഹാരം കഴിക്കാനാന്ന് തോന്നേ, അങ്ങനെയാണെങ്കിൽ സച്ചിയെ വിളിക്കും. സച്ചി അവരോടൊപ്പം ആഹാരം കഴിക്കാൻ പോവുകയും ചെയ്യും. സച്ചി മദ്യപിച്ചിട്ടില്ലോ, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, അവരോട് അവിടെ പോയി ഇരിക്കാൻ പറ, ആഹാരം അങ്ങോട്ട് കൊണ്ടുതരുമെന്ന് പറ. ഇപ്പോഴെങ്ങനെ സച്ചിയെ പോയി കണ്ടിട്ട് തീർന്നു, സച്ചിയെ കൊണ്ട് നമുക്ക് കുടിപ്പിക്കേണ്ടതാന്ന് പറഞ്ഞു. അങ്ങനെ മീര എന്നിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങളിത് എങ്ങോട്ട് പോവാ? ആഹാരം കഴിക്കാനായിട്ട്. അവരെയും വിളിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുക, നിങ്ങൾക്കുള്ള ആഹാരം ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വർഷം പറഞ്ഞു, ആ സാരമില്ല, ഞങ്ങൾ അവരെയും കൂടെ വിളിച്ചിട്ട് വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബലമായിട്ട് പിടിച്ചെടുത്തോണം മീര. കാരണം എങ്ങനെയെങ്കിലും സച്ചിയെ കൊണ്ടൊന്ന് കുടിപ്പിക്കണം, അതായിരുന്നു അവരുടെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. എങ്കിൽ മാത്രമല്ലേ ആ ഫോൺ അടിച്ചു മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.